Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 5 ലോസ് ഓഫ് മോഷനിലെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ന്യൂട്ടൺസിന്റെ 3 ലോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോ ഓഫ് ആക്ഷൻ റിയാക്ഷൻ, ലോ ഓഫ് ഫോഴ്സ് ആൻഡ് ലോ ഓഫ് ഇനേഷ്യ. ദറ്റ് ഇസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. മോസ്റ്റ്ലി ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ, തേർഡ് ലോ എന്ന് പറയുന്നതിനേക്കാളും നല്ലൊരു യൂസേജ് എന്ന് പറയുന്നത് ലോ ഓഫ് ഇനേഷ്യ, ലോ ഓഫ് ഫോഴ്സ് ആൻഡ് ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. 3 ലോന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ലോയില് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ്. ആ എഫ് ഈക്വൽ ടു എം എന്ന ഇക്വേഷനോട് ഡിറൈവ് ചെയ്യുന്നത്. ഇത്രയും കൺസെപ്റ്റ്സ് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Force. Force is a push or pull which changes or tends to change the state of a rest or uniform motion of a body along a straight line. ഫോഴ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. കാരണം നമ്മൾ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഇനേഷ്യ ആണ്. ആ ലോ ഓഫ് ഇനേഷ്യയിൽ മെയിൻ കോമ്പണന്റ് എന്ന് പറയുന്നത് ഫോഴ്സിനെ കുറിച്ച് അറിയലാണ്. സോ ഫോഴ്സ് മീൻസ് പുഷ് ഓർ എ പുൾ. ദാറ്റ് മീൻസ് പുഷ് ഓർ എ പുൾ നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ചേഞ്ച് ഓർ ടെൻസ് ടു ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യും. റെസ്റ്റ് നിന്ന് മോഷൻ ആവാം, അല്ലെങ്കിൽ മോഷൻ റെസ്റ്റ് ആവാം, അല്ലെങ്കിൽ യൂണിഫോം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഫോഴ്സ് ആവശ്യമാണ്. സോ വി ഹാവ് എക്സ്റ്റേണൽ ഫോഴ്സ്, ഇന്റേണൽ ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ്, ബാലൻസ് ഫോഴ്സ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇനി വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫോഴ്സ് മീൻസ് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, എ പുഷ് ഓർ എ പുൾ. Inertia. It is the inherent property of material bodies by which a body cannot change its state of rest or uniform motion along a straight line by itself. ഇപ്പൊ ഇനേഷ്യ സിംപ്ലി നമുക്ക് പറയാം ജഡത്വം എന്ന് പറയാം. ഇനേഷ്യ മീൻസ് കഴിവില്ലായ്മ. ഒരു ബോഡിയുടെ കഴിവില്ലായ്മ വിളിക്കുന്ന പേരാണ് ഇനേഷ്യ. ഇൻഎബിലിറ്റി ഓഫ് എ ബോഡി എന്ന് വളരെ ചുരുക്കി വേണമെങ്കിൽ പറയാം. ഇനേഷ്യ മീൻസ് ഇൻഎബിലിറ്റി ഓഫ് എ ബോഡി. ഒരു ബോഡി റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റിന് സ്വയം മൂവ് ചെയ്യാനോ, മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് സ്വയം റെസ്റ്റ് ചെയ്യാനോ, ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് ലൈനിന് പോകുന്ന ഒരു ഒബ്ജക്റ്റ് വേറെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനോ ആ ഒബ്ജക്റ്റിന് തനിയെ കഴിയില്ല. ഈ കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് ഇനേഷ്യ. സോ ഇനേഷ്യ മീൻസ് ഇൻഎബിലിറ്റി ഓഫ് എ ബോഡി. അപ്പോൾ ഫോഴ്സ് മീൻസ് പുഷ് ഓർ എ പുൾ, ഇനേഷ്യ മീൻസ് സിംപ്ലി ഇൻഎബിലിറ്റി ഓഫ് എ ബോഡി. ഇനേഷ്യാസ് ഓഫ് 3 types. ഇനേഷ്യ 3 തരമുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി എക്സാമ്പിൾസ് തന്നിട്ട് അത് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണോ, ഇനേഷ്യ ഓഫ് മോഷൻ ആണോ, ഇനേഷ്യ ഓഫ് ഡയറക്ഷൻ ആണോ ചോദിക്കും. അപ്പോൾ 3 ഇനേഷ്യയെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ് ടു മൂവ് ബൈ ഇറ്റ് സെൽഫ് വിത്തൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ കഴിവില്ലായ്മ. എന്ത് കഴിവില്ലായ്മ? റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് സ്വന്തം മൂവ് ചെയ്യാനുള്ള കഴിവില്ലായ്മയ്ക്ക് വിളിക്കുന്ന പേരാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ബോഡിക്ക് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ബോഡി തനിയെ വിചാരിച്ചാൽ ഒരിക്കലും റെസ്റ്റിന് മൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് സ്വയം മൂവ് ചെയ്യാൻ കഴിവില്ലായ്മ, വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായമില്ലാതെ തനിയെ റെസ്റ്റിന് മൂവ് ചെയ്യാൻ കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്. Examples of inertia of rest: when a bus suddenly starts to move, the standing passengers tends to fall backward. അപ്പോൾ വൈ എന്നൊരു ക്വസ്റ്റ്യൻ ഇത് വരാം. എന്തുകൊണ്ടാണ് അങ്ങനെ മൂവ് ചെയ്യാൻ കാരണം? അതായത് ഒരു ബസ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി ആൻഡ് ലോവർ പാർട്ട് ഓഫ് ദി ബോഡി ഓഫ് എ പാസഞ്ചർ ഇസ് അറ്റ് റെസ്റ്റ്. കാരണം ബസ് റെസ്റ്റിലാണ്, ബസ്സിന്റെ ഉള്ളിൽ നിൽക്കുന്ന പാസഞ്ചർ റെസ്റ്റിലാണ്. അപ്പൊ ലോവർ പാർട്ടും അപ്പർ പാർട്ടും റെസ്റ്റിലാണ്. പെട്ടെന്ന് ബസ് എന്ത് ചെയ്തു? ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ ലോവർ പാർട്ട് എന്ന് പറയുന്നത് ഫ്ലോറുമായിട്ട് കോൺടാക്ട് ആണ്. അപ്പൊ ബസ്സിനോടൊപ്പം ലോവർ പാർട്ട് മൂവ് ചെയ്യും. അപ്പർ പാർട്ട് എന്ത് ചെയ്യില്ല? തനിയെ മൂവ് ചെയ്യില്ല. അപ്പർ പാർട്ട് എന്ത് ചെയ്യും? ബാക്കിലേക്ക് എന്ത് ചെയ്യും? ടെൻഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് നിൽക്കുന്ന ഒരു ബസ് പെട്ടെന്ന് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് മൂവ് ചെയ്യാൻ കാരണം. ഇത് ഇനേഷ്യ ഓഫ് റെസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ദാറ്റ് മീൻസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യും, ഇങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി ആൻഡ് ലോവർ പാർട്ട് ഓഫ് ദി ബോഡി. ലോവർ പാർട്ട് ഓഫ് ദി ബോഡി is contact with bus, so is move with bus, so the upper part remains the same at the previous position. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലേക്ക് എന്ത് ചെയ്യാൻ? മൂവ് ചെയ്യാൻ കാരണം. So this is an example for inertia of rest. On shaking the branches of a tree, the fruits fall down. ഇതും അതേപോലെ ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. കാരണം ഒരു മാംഗോ ഷെയ്ക്ക് ചെയ്യുമ്പോൾ മാംഗോ ഡിസ്പ്ലേസ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ആ നെറ്റിൽ നിന്ന് പൊട്ടി വീഴുന്നതും ഇനേഷ്യ ഓഫ് റെസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. When a hanging carpet is beaten by a stick,
the dust particles are removed from it is also inertia of rest. That means കാർപ്പറ്റിൽ ഡസ്റ്റ് ഉണ്ടാവും. നമ്മൾ കാർപ്പറ്റിന് അടിക്കുമ്പോൾ ഡസ്റ്റ് പ്രീവിയസ് പൊസിഷനിൽ നിൽക്കുമ്പോൾ കാർപ്പറ്റ് ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യും, ഡസ്റ്റ് മൂവ് ചെയ്യില്ല. അപ്പോൾ ഡസ്റ്റ് കാർപ്പറ്റിൽ നിന്ന് റിമൂവ് ആയി പോകുന്നു. ഇത് എക്സാമ്പിൾ ഓഫ് inertia of rest ആണ്. So these are the examples for inertia of rest. So we have three types of inertia. First one, inertia of rest. Inertia of rest means simply we can know that it's an inability of a body at rest to move by itself. നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിന് സ്വയം എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഉപയോഗം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാതെ സ്വയം മൂവ് ചെയ്യാൻ കഴിയില്ല. ഈ കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് inertia of rest. These are the examples for inertia of rest. Next one, inertia of motion. It is the inability of a moving body to come to rest by itself. മൂവ് ചെയ്യുന്ന ബോഡിക്ക് സ്വയം റെസ്റ്റിൽ വരാനുള്ള കഴിവില്ലായ്മ. അപ്പോൾ inertia of rest നേരെ ഓപ്പോസിറ്റ് ആണ് inertia of motion എന്ന് പറയുന്നത്. Examples of inertia of motion. When a fast moving bus suddenly stops, the passengers tends to fall forward. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു ഒരു റെസ്റ്റിലിരിക്കുന്ന ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലേക്കാണ് മൂവ് ചെയ്യുക. പക്ഷെ വളരെ ഫാസ്റ്റിൽ മൂവ് ചെയ്യുന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് വീഴുന്നു. അതിന് കാരണം ബസ് സഡൻലി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ലോവർ പാർട്ട് ഓഫ് ദി ബോഡി is contact with bus stops with the bus, but upper part moves with the previous velocity. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ കാരണം ഫ്രണ്ടിലേക്ക് വീഴാൻ കാരണം ലോവർ പാർട്ട് ബസ്സിന്റെ ഫ്ലോറുമായിട്ട് കോൺടാക്ട് ഉണ്ട്. ബസ് നിന്നുടനെ ലോവർ പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബസ്സുമായിട്ട് റെസ്റ്റ് ആവുന്നു. പക്ഷെ അപ്പർ പാർട്ടിന് എന്ത് ചെയ്യില്ല, ഇത് ബാധകമാവുന്നില്ല. അപ്പർ പാർട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്യാൻ വീഴാൻ കാരണം. അപ്പൊ ഇത് എക്സാമ്പിൾ ആണ്, inertia of motion എക്സാമ്പിൾ ആണ്. മൂവ് ചെയ്യുന്നൊരു ബോഡി എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ സ്വയം നിൽക്കാൻ കഴിയില്ല. ഈ കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് inertia of motion. The passengers getting out of a moving train or bus fall in the forward direction. പാസഞ്ചേഴ്സ് ഗെറ്റിംഗ് ഔട്ട്, പുറത്തേക്ക് ഒരു പാസഞ്ചർ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് പെട്ടെന്ന് പുറത്ത് ചാടുക ഫ്രണ്ടിലേക്ക് വീഴും. അപ്പോൾ ഇതും ഈ inertia of motion എക്സാമ്പിൾ ആണ്. A ball thrown upwards in a train moving with constant velocity returns to the thrower's hand. കാരണം ഒരു വെലോസിറ്റി പറഞ്ഞാൽ ട്രെയിൻ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ബോളും അതേ വെലോസിറ്റി ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. അല്ലാതെ എന്ത് ചെയ്യില്ല, ആ ബോൾ റെസ്റ്റിലേക്ക് പോകുന്നില്ല. ആ കാരണം കൊണ്ടാണ് ബോളിന് മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് തന്നെ വരാൻ കാരണം. Last one, inertia of direction. It is the inability of a moving body to change its direction by itself. സ്വയം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ എന്തില്ല, ഒരു ഒബ്ജക്റ്റിന് കഴിയില്ല. അപ്പോൾ ഈ കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് inertia of direction. ഒരു സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതേ ഡയറക്ഷനാണ് പോയിക്കൊണ്ടിരിക്കുക. ഒരു ഒബ്ജക്ട് ത്രോ ചെയ്തു, ഏത് ഡയറക്ഷനിലാണോ ത്രോ ചെയ്ത് ആ ഒബ്ജക്ട് വിചാരിക്കുക എനിക്ക് വേറെ ഡയറക്ഷനിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ദിസ് inertia of direction. Example for inertia of direction. The passengers in a bus experience a sideways jerk when bus takes a sharp turn. നമുക്കറിയാം ഒരു ബസ് പെട്ടെന്ന് ഷാർപ്പ് ടേൺ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിന്റെ പ്രീവിയസ് പൊസിഷൻ എന്താണോ ആ പൊസിഷനിൽ തന്നെ നമ്മൾ ഇരിക്കാൻ നോക്കും. പക്ഷെ ബസ് പുതിയ പൊസിഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പുതിയ പൊസിഷനിലേക്ക് പോകണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുതിയ പൊസിഷനിലേക്ക് പോകുള്ളൂ. അതുകൊണ്ടാണ് സൈഡ്വേർഡ് ജെർക്ക് എന്ത് ചെയ്യാൻ കാരണം, ഫീൽ ചെയ്യാൻ കാരണം. The sparks produced during sharpening a metal from a grinding wheel leave the rim of the wheel tangentially. അതായത് ഒരു റൊട്ടേറ്റിംഗ് വീലിൽ നമ്മൾ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ ആ സ്പാർക്ക് ടാൻജൻഷ്യലി മൂവ് ചെയ്യുന്നത്. കാരണം വീലിലെ ഏത് ടിപ്പിലാണോ നമ്മൾ മുട്ടുന്നത് ആ ടിപ്പിൽ വെലോസിറ്റി വെക്ടർ ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലെ സ്പാർക്ക് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. കാരണം ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അല്ല വേറെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ദീസ് ആർ എക്സാമ്പിൾ ഫോർ inertia of direction. So we have three inertia of rest, inertia of motion, inertia of direction. Inertia of rest means റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് തനിയെ മൂവ് ചെയ്യാൻ കഴിയില്ല. inertia of motion means മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്ട് തനിയെ റെസ്റ്റ് ആവാൻ കഴിയില്ല. inertia of direction means ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിന് വേറെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഈ ഇനേഷ്യയെ കുറിച്ചാണ് ന്യൂട്ടൺ ആദ്യമായി പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. സിംപ്ലി വി ക്യാൻ സേ ഫസ്റ്റ് ലോ എന്നും പറയാം. പക്ഷേ ഏറ്റവും നല്ല ഉപയോഗം യൂസേജ് എന്ന് പറയുന്നത് ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നതാണ്. നോട്ട്, mass is the
മെഷർ ഓഫ് ഇനേഷ്യ. ദിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അതായത് മാസ് കൂടിയ ഇനേഷ്യ കൂടും. അപ്പോൾ മാസ് കൂടുന്തോറും കഴിവില്ലായ്മ കൂടുന്നു പറയാൻ കാരണം, ഫോർ എക്സാമ്പിൾ ആന കുത്താൻ വന്ന വളഞ്ഞോടണമെന്ന് പറയാനുള്ള കാരണം ഈ ഒരു കൺസെപ്റ്റാണ്. കാരണം ആനയ്ക്ക് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, ഒരുപാട് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. മാസ് കൂടുന്നവർക്ക് ഇന്നബിലിറ്റി, കഴിവില്ലായ്മ കൂടും. അതായത് ഒന്ന് ഇരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് എണിച്ച് നടക്കാനോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ വേറെ ഡയറക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എടുക്കാനോ അവർക്ക് ബുദ്ധിമുട്ടാണ്. സോ മാസ് മെഷേഴ്സ് ദ ഇനേഷ്യ. അപ്പോൾ മാസ് കൂടുന്നവർക്ക് ഇന്നബിലിറ്റി എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിലും റെസ്റ്റിലും അല്ലെങ്കിൽ മോഷൻ ഇന്നബിലിറ്റി എന്ത് ചെയ്യും, കൂടും. അതാണ് മാസ് ഇസ് ദ മെഷർ ഓഫ് ഇനേഷ്യ എന്ന് പറയാൻ കാരണം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേഷ്യ. അപ്പോൾ ലോ ഓഫ് ഇനേഷ്യ എന്ന് പഠിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ലോ ഓഫ് ഫസ്റ്റ് ലോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതന്നെ എഴുതാം, പക്ഷെ അത് പറയുമ്പോൾ എപ്പോഴും ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയാൻ കാരണം അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനേഷ്യയെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലായി. സോ ഫസ്റ്റ് ലോ ഇസ് നോൺ ആസ് ലോ ഓഫ് ഇനേഷ്യ. First law states that every body continues its state of rest or of uniform motion along a straight line unless compelled to change that state by an external unbalanced force. ഇതിൽ വളരെ ട്രിക്കി ആയിട്ട് ഒരു പ്രാവശ്യം ഒരു കുട്ടി ചോദിച്ചാൽ എവറി ബോഡി കണ്ടിന്യൂസ്, ഇറ്റ്സ് എ ലിവിംഗ് ബോഡി ഓർ നോൺ ലിവിംഗ് ബോഡി എന്ന് ചോദിച്ചു. അപ്പോൾ അത് ലിവിംഗ് ബോഡിക്ക് നോൺ ലിവിംഗ് ബോഡിക്ക് ഒക്കെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ല ലിവിംഗ് ബോഡിക്ക് മാത്രം അല്ലെങ്കിൽ നോൺ ലിവിംഗ് ബോഡിക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ന്യൂട്ടൺസ് ലോ ഷുഡ് ബി മോഡിഫൈഡ്. ഇപ്പോൾ ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the living body എന്നാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഇറ്റ്സ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ദ ബോഡീസ്. ലിവിംഗ് ബോഡി ആയാലും അപ്ലൈ ചെയ്യാം, നോൺ ലിവിംഗ് ബോഡി ആണെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം അലോങ് എ സ്ട്രൈറ്റ് ലൈൻ, അപ്പോൾ ഡയറക്ഷൻ റെസ്റ്റോ മോഷനോ അല്ലെങ്കിൽ അലോങ് എ സ്ട്രൈറ്റ് ലൈനിലോ യൂണിഫോം വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന് ഈ മൂന്ന് ചേഞ്ച് ചെയ്യാനും എന്ത് വേണം, നമുക്ക് അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയാൻ കാരണം ഇന്റേണൽ ഫോഴ്സ് കൊണ്ട് ഒരു ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാൻ കഴിയില്ല. എ ഹോഴ്സ് കനോട്ട് പുൾ എ കാർട്ട് ഇൻ എംപ്റ്റി സ്പേസ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ആൻസർ ഇതാണ്. ഇന്റേണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ഫോഴ്സ് കൊണ്ടൊരിക്കലും മൂവ് ചെയ്യാൻ കഴിയില്ല. എക്സ്റ്റേണൽ ആയിട്ട് എന്ത് വേണം, അൺബാലൻസ്ഡ് ഫോഴ്സ് വേണം. ബാലൻസ്ഡ് ഫോഴ്സ് ആയിക്കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആവും, അപ്പോഴും മൂവ് ചെയ്യില്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്യണോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് റെസ്റ്റ് ആവണമെങ്കിലോ അല്ലെങ്കിൽ സ്പെസിഫിക് ഡയറക്ഷനിൽ പോകുന്ന വേറെ ഡയറക്ഷൻ മാറ്റണമെങ്കിൽ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് റിക്വയർഡ്. അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. Momentum. The total quantity of motion possessed by a moving body is called its momentum or linear momentum, or it is the inherent property of material bodies to impart motion to other objects. അപ്പോൾ മൊമെന്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെ മനസ്സിലാവും, മലയാളത്തിൽ ആക്കം എന്ന് പറയും. അത് ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ മൊമെന്റം എന്ന് വിളിക്കുന്നത്. അത് നമുക്കറിയാം, നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. രണ്ട് മാർബിൾസ് ഡ്രോപ്പ് ചെയ്യുന്നു സെയിം ഹൈറ്റ് എന്ന്. അപ്പോൾ ഒരു മാർബിളിന്റെ വെയിറ്റ് കൂടുതലാണെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ താഴെ എത്തുമ്പോൾ വെയിറ്റ് കൂടിയ മാർബിൾ മണ്ണിൽ എന്ത് ചെയ്യും, സാൻഡിൽ കുറച്ചുകൂടി ആഴത്തിൽ കുഴി ഉണ്ടാക്കുന്നു. കാരണം ഇമ്പാക്റ്റ്, മാസും വെലോസിറ്റിയും കൂടുന്നതനുസരിച്ച് ഇമ്പാക്റ്റ് കൂടും. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റം മെഷർ ചെയ്യുന്നത് മാസ് വെലോസിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ലോറിയും ഒരു കാറും സെയിം സ്പീഡിൽ വരികയാണ്, ഒരു മതിൽ ഹിറ്റ് ചെയ്യാണ്. അവിടെ ലോറി ഹിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കൂടുതൽ ലോസ് നമുക്ക് വരുന്നു. അതിന് കാരണം എന്തുകൊണ്ടാണ്, അവിടെ ലോറിന്റെ മാസ് കൂടിയത് കൊണ്ടാണ്. ഇനി ഫോർ എക്സാമ്പിൾ രണ്ട് കാർ, ഒരു കാർ ഹൈ വെലോസിറ്റിയിൽ വരുന്നു, ഒരു കാർ സ്ലോയിൽ വരുന്നു. അപ്പോൾ അത് മതിലിടിക്കുമ്പോൾ ഹൈ വെലോസിറ്റിയിൽ വരുന്ന കാറാണ് കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത്. അതിന് കാരണം മൊമെന്റമാണ്. അപ്പോൾ മൊമെന്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി വേറെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് വേണമെങ്കിൽ അത് നമുക്ക് പറയുന്നതുകൊണ്ട് തെറ്റില്ല. ഇറ്റ് മെഷേഴ്സ് മാസ് ആൻഡ് വെലോസിറ്റി. മാസ് കൂടിയാൽ മൊമെന്റം കൂടും, വെലോസിറ്റി കൂടിയാലും മൊമെന്റം കൂടും. സെക്കൻഡ് ലോയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഫോഴ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ മൊമെന്റം ആവശ്യമാണ്. അതുകൊണ്ടാണ് മൊമെന്റം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. If m is the mass of the body and is moving with velocity v, then its momentum is equal to p equal to mv. പി എന്ന് പറയുന്നത് മൊമെന്റം ആണ്, വി വെലോസിറ്റി വെക്ടർ ആണ്, മൊമെന്റം ഈസ് ഓൾസോ വെക്ടർ. അതിന്റെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, ml(t⁻⁻1) ആണ്. ഇമ്പൾസിനും മൊമെന്റത്തിനും സെയിം ഡയമെൻഷൻ ആണ് എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർമ്മ വേണം. സോ മൊമെന്റം പി ഈക്വൽ ടു എം വി. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഡയറക്ഷൻ ആണ്. മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് വൺ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ദാറ്റ് മീൻസ് ലോ ഓഫ് ഫോഴ്സ്. അപ്പോൾ ലോ ഓഫ് ഇനേഷ്യ കഴിഞ്ഞു, അടുത്ത ലോ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഇതിനാവശ്യമായ ഫോഴ്സിന്റെ മൊമെന്റത്തെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇവിടെ മൊമെന്റത്തെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the rate of change of momentum of a body is directly proportional to the external force applied on the body and takes place in the direction of the force. Rate of change of momentum എന്ന് പറയുന്നത് is directly proportional to the external unbalanced force ആണ്.
കൊടുക്കുന്ന അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാണോ അതിനനുസരിച്ച് മൊമെന്റം ചെയ്യും. മൊമെന്റം ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഒരു കാറ് റെസ്റ്റിലാണ്. അപ്പോൾ അതിലൊരു അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തു. അപ്ലൈഡ് ഫോഴ്സ് കൊടുത്താൽ കൊടുക്കുന്ന ഫോഴ്സ് എത്രമാത്രം കൂടുതലാണോ ആ കൂടുതലനുസരിച്ച് അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയാൻ കാരണം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ടൈം വിത്ത് റെസ്പെക്ട് ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം, ആ ഒരു ടൈം അവിടെ ഫാക്ടറാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് എത്രമാത്രം കൂടുതലാണോ ആ ഫോഴ്സ് കൂടുന്നതനുസരിച്ച് മൊമെന്റം ചേഞ്ച് എന്തായിരിക്കും, റേറ്റ് ഓഫ് മൊമെന്റം ചേഞ്ച് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഫോഴ്സ് ഓർ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ലെറ്റ് എ ഫോഴ്സ് എഫ് applied on a body of mass m moving with velocity v changes its momentum. ഫോർ എക്സാമ്പിൾ, എഫ് എന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, എം എന്ന മാസ് ആണ്, മൂവ് വിത്ത് വെലോസിറ്റി വി ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ മൊമെന്റം ചേഞ്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം ലെറ്റ് ഡെൽറ്റ പി ബി ദ സ്മോൾ ചേഞ്ച് ഇൻ മൊമെന്റം ഇൻ എ വെരി സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം ഡെൽറ്റ ടി. നമ്മൾ ആ ഡെൽറ്റ പി ശ്രദ്ധിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്, ഡി പി ഡി ടി എഴുതിയാൽ കുഴപ്പമില്ല. ഡെൽറ്റ പി, അപ്പോൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്, ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം ഡെൽറ്റ ടി. Applied force is proportional to rate of change of momentum. So F proportional to dp by dt എന്ന് പറയാം, അല്ലെങ്കിൽ delta p by delta t. So this is the expression for Newton's second law. F is proportional to dp by dt എന്ന് പറയാം, അല്ലെങ്കിൽ delta p by delta t. നോർമലി എഴുതുമ്പോൾ dp by dt എഴുതിക്കോളൂ, അതാണ് കുറച്ചുകൂടി കൺവീനിയന്റ്. So F is proportional to dp by dt or F equal to k into delta p by delta t. Proportionality equal to ലേക്ക് വരുമ്പോൾ proportionality constant add ചെയ്തു. K is the proportionality constant. So F equal to k into dp by dt എന്നും പറയാം, അല്ലെങ്കിൽ delta p by delta t, where k is the constant of proportionality. F equal to k ഡെൽറ്റ പി എന്ന് പറയുന്ന മൊമെന്റം ആണ് എം വി ബൈ ഡെൽറ്റ ടി. നമുക്കറിയാം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, മാസ് കോൺസ്റ്റന്റ് ആണ്, അതെടുത്ത് പുറത്ത് വെക്കും. നോർമലി ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ കേസിൽ മാസ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. നമ്മൾ ഓൾറെഡി ഒരു കൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് പറയാണ്, ഫോർ ഹയർ വെലോസിറ്റി ആകുമ്പോൾ മാസ് ചേഞ്ച് ചെയ്യും, അത് റിലേറ്റീവ് മാസ് എഫക്റ്റ് ആണ്, ഐൻസ്റ്റീൻ്റെ റിലേറ്റീവ് തിയറിയാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റേഴ്സ് എടുക്കും പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ നമുക്കറിയാം മാസ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ മാസ് കോൺസ്റ്റന്റ് ആണ്, വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. എഫ് ഈക്വൽ ടു കെ എം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഓർ ഡി വി ബൈ ഡി ടി. ഹെർ ഡി വി ബൈ dt നമുക്കറിയാം ആക്സലറേഷൻ ആണ്. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി മീൻസ് ചേഞ്ച് വെലോസിറ്റി ബൈ റെസ്പെക്ട് ടു ടൈം, ദറ്റ് ഈസ് ആക്സലറേഷൻ ഓഫ് എ ബോഡി. അപ്പോൾ ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് എ ആണ്. സോ ഇക്വേഷൻ ബിക്കം എഫ് ഈക്വൽ ടു കെ എം എ. The value of the proportionality constant k depends on the unit adopted for measuring the force. The unit of force is chosen as Newton such that k equal to 1. നമുക്ക് എസ് ഐ യൂണിറ്റിൽ എഫ് ന്യൂട്ടൺ ആണ് ചൂസ് ചെയ്യുമ്പോൾ കെന്റെ വാല്യൂ 1 ആയി എടുക്കുക ചെയ്യാം. അപ്പോൾ കെ എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 1 ആണ്. സോ എഫ് ഈക്വൽ ടു എം എ. അപ്പോൾ എഫ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷൻ ആണ് ലോ ഓഫ് ഫോഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സിനെ ക്വാണ്ടിറ്റേറ്റീവ്ലി ആണ് രണ്ടാമത്തെ ലോ മെഷർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പറയാം ലോ ഓഫ് ഫോഴ്സ് അളന്ന്. അപ്പോൾ എഫ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ സെക്കൻഡ് ലോന്റെ അല്ലെങ്കിൽ ലോ ഓഫ് ഫോഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. സോ ദിസ് ലോ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷേഴ്സ് ഫോഴ്സ്, ദറ്റ് ഇസ് എഫ് ഈക്വൽ ടു എം എ. Newton's third law of motion, that is law of action and reaction. എല്ലാവർക്കും അറിയുന്ന ഒരു സുരേഷ് ഗോപിയുടെ ഡയലോഗാണ്. Third law states that to every action there is an equal and opposite reaction, but action and reaction forces act on different bodies. അതുകൊണ്ടാണ് ആക്ഷൻ റിയാക്ഷൻ ക്യാൻസൽ ചെയ്ത് പോവാത്തത്. ഡിഫറെന്റ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്, ആക്ഷൻ റിയാക്ഷൻസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ദേ ക്യാൻസൽ ഈച്ച് അതർ ഓർ നോട്ട്? നോ, ബിക്കോസ് ദേ ആർ ആക്ടിങ് ഓർ ഡിഫറെന്റ് ബോഡീസ്. ആക്ഷൻ ഉണ്ടാവുന്ന ഒരു വേറെ ബോഡിയിലാണ്, റിയാക്ഷൻ ഉണ്ടാവുന്ന വേറെ ബോഡിയിലാണ്. സോ ദേ നെവർ ക്യാൻസൽ ഈച്ച് അതർ. മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ F12 is equal to minus of F21. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 2 എന്നാണ്. ഒന്നാമത്തെ ബോഡിയിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു രണ്ടാമത്തെ ബോഡി കൊണ്ട്. F21 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ 2 ഡ്യൂ ടു 1 എന്നർത്ഥം. അപ്പോൾ രണ്ടാമത്തെ ബോഡിയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ബോഡി കൊണ്ട്, അത് രണ്ടും. അപ്പോൾ F12 is equal to minus of F2 എന്ന് പറഞ്ഞാൽ അതിന്റെ മാത്തമാറ്റിക്കൽ സെൻസ് ഇങ്ങനെ എഴുതുമെങ്കിൽ കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെയാണ്: ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫസ്റ്റ് ബോഡി ഡ്യൂ ടു ദ 2 is equal to നെഗറ്റീവ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെക്കൻഡ് ബോഡി ഡ്യൂ ടു ദ ഫസ്റ്റ് ബോഡി. അപ്പോൾ ആക്ഷൻ റിയാക്ഷൻ ഓപ്പോസിറ്റ് ഡിഫറെന്റ് ബോഡീസിലായതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകുന്നില്ല, പക്ഷേ ആക്ഷൻ റിയാക്ഷൻസ് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. Examples for Newton's third law. Book resting on a table. The book exerts action force on the table equal to its weight. W equal to mg നമുക്കറിയാം. In the downward direction, the table exerts an equal force on the book in the upward direction.
called the reaction force. ഒരു ബുക്ക് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ബുക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആക്ഷൻ ആണ്. ബുക്ക് ഒരു ഡെസ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതേപോലെ ഡെസ്ക് തിരിച്ച് ഒരു ബുക്കിന് ഫോഴ്സ് ആക്ട് ചെയ്യും, റിയാക്ഷൻ ഫോഴ്സ്. ഇതിന് വളരെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഡെസ്കിന് ബീറ്റ് ചെയ്യണം, തല്ലുകയാണ്. അപ്പോൾ തല്ലുമ്പോൾ നമ്മുടെ കൈ വേദനിക്കാൻ കാരണം നമ്മൾ ഡെസ്കിന് തല്ലി ആക്ഷൻ കൊടുത്തു, ഡെസ്ക് അതുപോലെ റിയാക്ഷൻ നമ്മുടെ കയ്യിലേക്ക് തന്നു, അതുകൊണ്ട് നമുക്ക് കൈ വേദനിക്കുന്നത്. ഇതേ ന്യൂട്ടൺസ് ലോ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് വൺ, വാക്കിംഗ് ഓഫ് എ മാൻ. The walking on the road is possible only due to the reaction force. In order to walk, we push our foot against the ground and thus exert action force in the backward direction. Obliquely, the ground exerts a equal reaction force which enables us to walk. നടക്കുന്നത് ശരിക്കും ന്യൂട്ടൺസിന്റെ തേർഡ് ലോ പ്രകാരമാണ്. നമ്മൾ കാല് കൊണ്ട് ഭൂമിക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് ഭൂമി തരുന്നു, അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ വാക്കിംഗ് എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആണ്. ആൻഡ് ദ തേർഡ് വൺ, റീകോയിലിംഗ് ഓഫ് എ ഗൺ. റീകോയിലിംഗ് ഓഫ് ദ ഗൺ നമുക്ക് നോർമലി പഠിക്കാനുള്ളത്, അതിൻ്റെ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാണ്ട് കമ്മിങ് വീഡിയോസിൽ. കാരണം ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ ഗണ്ണ് ബാക്കിലേക്ക് റീകോയിൽ ചെയ്യുന്നത് മൊമെന്റം കൺസർവേഷന് വേണ്ടിയിട്ടാണ്. അതും ഈ തേർഡ് ലോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ദാറ്റ് മീൻസ് ലോ ഓഫ് ഇനേർഷ്യ, ലോ ഓഫ് ഫോഴ്സ് ആൻഡ് ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻസ്. അപ്പോൾ ഈ ബേസിക് ആയിട്ട് ഇത് കൺസെപ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്ന അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ്, അത് ആൻസർ ആയിട്ട് വരത്തക്ക രീതിയിലാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. അപ്പോൾ ആദ്യം ലോ ഓഫ് ഇനേർഷ്യ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാം. ലോ ഓഫ് ആക്ഷൻ റിയാക്ഷൻസിൽ കൺസെപ്റ്റിനെക്കാളും ന്യൂമറിക്കൽ വരുന്നത് ലോ ഓഫ് ഫോഴ്സിലാണ്. എഫ് ഈക്വൽ ടു എം എന്ന ഇക്വേഷനും എഫ് പ്രപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി എന്ന ഇക്വേഷനും. Hope these concepts are very clear to you. If you have any doubts, feel free ask to comments. Thank you for watching. Thank you.